നമ്മുടെ കാശ്മീരിന് അടുത്തായി പാകിസ്ഥാനിലുള്ള ഒരു പ്രദേശമാണ് സ്വാത് താഴ്വര. അവിടെ ചില സൈനിക നിർമ്മാണങ്ങൾ നടക്കുന്നതായാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ചില ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യക്ക്. അപ്പോൾ സ്വാത് താഴ്വരയിൽ ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നത് എന്ത് എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുകയാണ്. സെയ്ദു ഷെരീഫ് സൈനിക വിമാനത്താവളത്തോടനുബന്ധിച്ചാണ് ഈ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സൈനിക കേന്ദ്രമുണ്ട്. ആ സൈനിക കേന്ദ്രത്തെ കൂടുതൽ ശക്തമായ ഒരു താവളമാക്കി മാറ്റിപ്പണിയുന്നു എന്നാണ് ഇപ്പോൾ ഈ സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിർമ്മാണത്തിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നു. അവിടെ റൺവേ വികസിപ്പിക്കുന്നുണ്ട്, പുതിയ ഷെൽട്ടറുകൾ പണിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ലക്ഷ്യം വെച്ചാണ് എന്ന സംശയം ഉയരുകയാണ്. ഒന്നുകിൽ ഇന്ത്യക്കെതിരെ ഒരു സൈനിക നീക്കം നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ ഈ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലേക്ക് കടന്നു കയറുമോ എന്നൊരു ആശങ്ക അവർക്ക് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയും ചില വിവരങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. കാരണം ഈ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഈ കശ്മീരിൻ്റെ പ്രദേശങ്ങളിൽ ഒരു ഇന്ത്യ അനുകൂല നിലപാട് ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു സൈനിക കേന്ദ്രം അവിടെ ശക്തിപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നവീകരിച്ച സെയ്ദു ഷെരീഫ് വ്യോമത്താവളം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അവിടെ ഈ LOCക്ക് അടുത്താണ് ഈ കേന്ദ്രം. വളരെ എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാൻ ആകും. ശ്രീനഗറിൽ നിന്ന് ഏതാണ്ട് ഒരു 230 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ വ്യോമത്താവളം. അപ്പോൾ അത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്ര നിർണായകവും തന്ത്രപ്രധാനവുമായ ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ വ്യോമ കേന്ദ്രത്തിൽ അവിടെ പാകിസ്ഥാൻ സേന ചില ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നു. അതൊക്കെ കൂടുതൽ വിമാനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് എന്ന സംശയവും ശക്തിപ്പെടുകയാണ്. LOCയിൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സൈന്യം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഷെൽട്ടറുകൾ എന്ത് ഉദ്ദേശിച്ചാണ് നിർമ്മിക്കുന്നത് എന്നത് വളരെ ഗൗരവമായി ഇന്ത്യ ഉറ്റുനോക്കുന്നു. അപ്പോൾ ഈ നീക്കം പാകിസ്ഥാൻ്റെ മേഖലയിലെ ഒരു വ്യോമ പ്രതിരോധ നീക്കമായി കാണണം, അതിനെ ഒരു തന്ത്രപരമായ ഒരു നിലപാടായി കാണണം എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. ഈ സ്വാത് താഴ്വര പലപ്പോഴും പാകിസ്ഥാൻ്റെ ഒരു സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. പാകിസ്ഥാൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന ഒരു പേര് അതിന് ലഭിക്കാൻ കാരണം അവിടുത്തെ പ്രകൃതി ഭംഗിയാണ്. പ്രകൃതി ഭംഗി മാത്രമേ ആ പ്രദേശത്തിനുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ അത്ര രസകരമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ താലിബാൻ ഒരു വിദ്യാർത്ഥിനിയായിരുന്ന മലാല യൂസഫ്സായുടെ തലയിൽ വെടിയുതിർത്ത ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടാകും. അത് ഈ പ്രശ്നബാധിതമായ സ്വാത് താഴ്വരയിൽ വെച്ചാണ്. 2012 ഈ താലിബാൻ ആക്രമണത്തിൽ തലയിൽ ഈ കുട്ടിക്ക് വെടിയേൽക്കുന്നത്. അന്ന് 16 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥിനിക്ക്. പാകിസ്ഥാനിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മലാല യൂസഫ്സായി. അതുപോലെ പല പെൺകുട്ടികളും അവിടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് സ്കൂളിൽ പോകുന്നത് കൊണ്ട് എന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. പക്ഷേ എല്ലാവരുടെയും വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഒരു അന്താരാഷ്ട്ര പ്രതീകമായി മാറി മലാല. 2014 അവർ ആഗോള പ്രശസ്തിയിലേക്ക് ഉയർന്നതിൻ്റെ കാരണവും എല്ലാവർക്കും അറിയാം. അവർ നോബൽ സമ്മാനത്തിന് അർഹയായി. അങ്ങനെ ലോകം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രതീകമായി, പെൺകുട്ടികൾ എങ്ങനെ കരുത്താർജിക്കണമെന്നതിൻ്റെയൊക്കെ ഒരു പ്രതീകമായി ആ പെൺകുട്ടിയെ കാണാൻ തുടങ്ങി എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ താഴ്വരയിൽ ഒരു സ്ഥിര സൈനിക താവളം സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ് ആദ്യം പ്രഖ്യാപിച്ചത്. 2015 അത്തരം ഒരു പ്രഖ്യാപനം വരുന്നത്. കാരണം അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് തന്നെ നിയന്ത്രണമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ആശങ്കയ്ക്ക് പുറത്താണ് അവിടെ ഒരു സൈനിക താവളം വരണം എന്ന അവർ അന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യക്ക് പാകിസ്ഥാനുമായി 3323 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണുള്ളത്. അതിൽ ജമ്മു കശ്മീരിൽ വരുന്ന 744 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണ രേഖയാണ്. ഏതാണ്ട് 200 കിലോമീറ്ററോളം അന്താരാഷ്ട്ര അതിർത്തിയും അതിൻ്റെ ഭാഗമായി വരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അവിടെ സന്ദർശിച്ചു. അമിത്ഷാ ജമ്മു അതിർത്തിയിൽ എത്തി. അവിടെ പല മേഖലകളും അദ്ദേഹം സഞ്ചരിച്ചു. നുഴഞ്ഞു കയറ്റവും അതുപോലുള്ള
ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ചില നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഒരു പ്രത്യേക ഇലക്ട്രോണിക് സർവൈലൻസ് സിസ്റ്റം അവിടെ സ്ഥാപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണ പദ്ധതിയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന രാജ്യം അത് ആദ്യം പാകിസ്ഥാൻ അതിർത്തിയിൽ പിന്നീട് ബംഗ്ലാദേശ് അതിർത്തിയിലും ശക്തമായി വിന്യസിക്കും, നുഴഞ്ഞുകയറ്റം തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കത്വയിൽ ഹിരാനഗർ സെക്ടറിൽ അദ്ദേഹം എത്തി. അവിടെ പാകിസ്ഥാൻ അതിർത്തിയിൽ വിനയ് പോസ്റ്റിൽ ചെന്നു, BSF ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടു. നമുക്കറിയാം ഈ വിനയ് പോസ്റ്റ് എന്നത് ഒരു BSF ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മയ്ക്കായാണ് അങ്ങനെ നാമകരണം ചെയ്തിട്ടുള്ളത്. BSF അസിസ്റ്റൻറ്റ് കമാൻഡായിരുന്ന വിനയ് പ്രസാദ്, അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരു BSF ഉദ്യോഗസ്ഥനാണ്. ജനുവരി 15, 2019 അദ്ദേഹത്തിന് ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മ പുതുക്കി അവിടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അങ്ങനെ രാജ്യം അതിർത്തിയിൽ കൂടുതൽ ശക്തമാകുന്ന സൂചനകൾ ഒരു വശത്ത് അമിത്ഷാ നൽകുമ്പോൾ മറുവശത്ത് അത് ഏതൊക്കെയോ തരത്തിൽ പാകിസ്ഥാനെ അലോസരപ്പെടുത്തുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരികയാണ്.